ഇന്ന് നമുക്കൊരു സാൻഡ്വിച്ച് തയ്യാറാക്കാം. മുട്ടയും വെജിറ്റബിൾസും അതുപോലെ മയോണൈസെല്ലാം ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണിത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഒരു നുള്ളു കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് ഇതിനെ നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മുട്ട നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അടിച്ച് വെച്ച് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടയുടെ അടിഭാഗം ഒന്ന് കുക്കായി വരുമ്പം തന്നെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് ഈ ഒരു മുട്ട നമുക്ക് ഒന്ന് ചിക്കിയെടുക്കണം. ഇതുപോലെ വലിയ കഷ്ണങ്ങളായി കഴിഞ്ഞാൽ അതിനെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കണം. അപ്പോൾ ഞാൻ ഈ മുട്ട ചിക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ട കളർ മാറി ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ മുട്ടയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനുള്ള മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനൊരു വലിയ ബൗളെടുത്ത് ഈ ബൗളിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് സാൻഡ്വിച്ച് ബ്രെഡാണ്. സാൻഡ്വിച്ച് ബ്രെഡ് ആകുമ്പോൾ കുറച്ച് വലിയ ബ്രെഡായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചധികം ഫില്ലിങ്ങിൽ വെക്കാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡ് തന്നെ എടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ചെറിയ ബ്രെഡാണെങ്കിൽ 6 പീസ് ബ്രെഡ് വരെ എടുക്കാം. ഇപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ 4 ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മയോണൈസ് കുറച്ചെടുത്ത് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മയോണൈസ് നന്നായി സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന മയോണൈസിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഈ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര. ഈ പഞ്ചസാര ചേർക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതണ്ട. ഈ ഒരു മയോണൈസിൻ്റെയും കെച്ചപ്പിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് ക്യാരറ്റാണ്. നല്ല ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതാണിത്. അതുപോലെ 1/4 കപ്പ് കുക്കുംബർ, 1/4 കപ്പ് ക്യാബേജ്. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയില, അപ്പോൾ നമ്മുടെ മയോണൈസ് ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡ് എടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ഫില്ലിംഗ് വെക്കുക, കാരണം വെജിറ്റബിൾ അല്ലേ. പിന്നെ നന്നായിട്ട് ഫില്ലിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കുറച്ചാണ് വെക്കുന്നതെങ്കിൽ ഒരു 6 സ്ലൈസ് ബ്രെഡ് വരെ എടുക്കുക. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെക്കേണ്ടത് മുട്ടയാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ട നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. മുട്ടയും ഞാൻ കുറച്ചധികം തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മയോണൈസ് ആക്കി വെച്ച ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 4 സ്ലൈസ് ബ്രെഡും ഫില്ല് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം, ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് എണ്ണ ചേർക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫില്ല് ചെയ്ത് വെച്ച ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് കളർ മാറി വരാനൊന്നും നിൽക്കണ്ട. പെട്ടെന്ന് തന്നെ നമുക്കിതിനെ തിരിച്ചിട്ട് പാനിൽ നിന്ന് മാറ്റാം. കണ്ടില്ല, ഞാൻ ഒരുപാട് കളർ മാറാൻ വെച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിടുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഞാനൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ട്രയാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണിത്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.